അങ്ങനെ ശ്രീവിദ്യ മുല്ലശ്ശേരി പെട്ടിരിക്കുകയാണ് ഗായ്സ്. ശ്രീവിദ്യ മുല്ലശ്ശേരി ആരാണ് എന്താണെന്നുള്ളത് ഞാനായിട്ട് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ആളൊരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ ആണ്. അതുപോലെ തന്നെ കുറച്ച് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്, റിയാലിറ്റി ഷോകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിലൂടെയാണ് ആൾ അത്യാവശ്യം ഫെയിം ആവുന്നത്. എന്നിരുന്നാലും ഇപ്പൊ നിലവിൽ ഈ പറഞ്ഞ ശ്രീവിദ്യ മുല്ലശ്ശേരിക്കെതിരെ ഒരു അറസ്റ്റ് വാറന്റ് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി എന്തിനാണ് ഈ അറസ്റ്റ് വാറന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇവര് വ്യാജ ട്രേഡിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തു. ആര്? ഈ പറഞ്ഞ ശ്രീവിദ്യ മുല്ലശ്ശേരി. എന്നാൽ ഇവരുടെ പ്രൊമോഷൻ വീഡിയോ കണ്ട് വിശ്വസിച്ച് ഒരാളെന്താക്കി ഇവര് പറഞ്ഞ പോലെ ഇവര് പറഞ്ഞ ആ ട്രേഡിംഗ് ആപ്പിൽ കൊണ്ടുപോയി പണം ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ നിങ്ങളോട് പറയാനാണെങ്കിൽ ആ വ്യക്തിക്ക് 1,00,000 മുകളിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. കൃത്യമായി പറയാനാണെങ്കിൽ 1,03,000 രൂപ. ഇതിന് പിന്നാലെയാണ് ഈ അറസ്റ്റ് വാറന്റും സംഗതികളൊക്കെ വന്നിട്ടുള്ളത്. നമുക്ക് അതിലേക്കൊക്കെ ഡീറ്റെയിൽ ആയി തന്നെ വരാം. അതിനു മുമ്പ് ഈ പറഞ്ഞ ശ്രീവിദ്യ മുല്ലശ്ശേരിക്ക് അറസ്റ്റ് വാറന്റിന് ആസ്പദമായിട്ടുള്ള ആ പ്രൊമോഷൻ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. 4 വർഷം മുന്നേ ഇവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഉണ്ട്. വിഷുവിന്റെ സമയത്ത് ഇവർ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. ആ വീഡിയോയിൽ ഇവർ ഈ പറയുന്ന ആപ്പിനെ പ്രൊമോഷൻ നടത്തുന്നുണ്ട്. നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. അപ്പോൾ കഴിക്കണതിന് മുൻപ് നമ്മുടെ ഒരു മര്യാദ ഉണ്ടല്ലോ, വിഷു കൈനീട്ടം തരണം. അപ്പം നമ്മുടെ ഈ ഒരു 2.71 ലാക്ക് സബ്സ്ക്രൈബേഴ്സിന് നേരിട്ടെത്തി വിഷു കൈനീട്ടം തരാനുള്ള കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് അവിടെ എത്തണം. അതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര റിച്ചാണ്. അപ്പം അതുള്ളത് കൊണ്ട് ഞാനൊരു വിഷു കൈനീട്ടം നിങ്ങൾക്ക് തരട്ടെ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നും തരുന്ന പോലെ ഇതൊരു വിഷു സ്പെഷ്യലായിട്ട് നിങ്ങൾ ഇപ്രാവശ്യം കൂട്ടേണ്ടതാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ഒരു അഡീഷണൽ ഇൻകം ആവശ്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതെ, ബിനോമോനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ബിനോമോ 2 മില്യൺ സക്സസ്ഫുൾ ട്രേഡേഴ്സാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. അത് മാത്രമല്ല നമുക്ക് മോസ്റ്റ് ട്രസ്റ്റഡ് ട്രേഡിംഗ് ആപ്പാണ് നമ്മുടെ ബിനോമോ. ഭയങ്കര ഈസിയാണ്. ഞാൻ ഫോൺ ഇവിടെ വെച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സ്കിപ്പ് ചെയ്യരുത്. അപ്പം എടുക്കുക. എൻ്റെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. നമ്മൾ എടുത്ത സമയത്ത് നമ്മളിതിൽ അസറ്റ് സെലക്ട് ചെയ്യുക. അസറ്റ് സെലക്ട് ചെയ്യുന്നു. അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാണ്? അംഗൻവാടി പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ എമൗണ്ട് സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മളതിൽ എമൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാം അപ്പാണോ ഡൗൺ ആണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ അപ്പ് സെലക്ട് ചെയ്തു. അപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടിക് ടിക് 1 ടിക് ടിക് 2 ടിക് ടിക് 3 പ്രഡിക്ഷൻ കറക്റ്റ് ആയേക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റേത് സക്സസ് ആയേക്കാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും കിട്ടുന്നതുകൊണ്ട് എനിക്ക് വലിയ ആശ്ചര്യം ഒന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ എമൗണ്ട് ഈ Paytm വഴി അല്ലെങ്കിൽ അക്കൗണ്ട് ത്രൂ നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് നമുക്ക് എടുക്കാം. അത് മാത്രമല്ല ഒരു പ്രൊമോ കോഡ് ഉണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് എമൗണ്ടിൽ 100% ബോണസ് കിട്ടുന്നതായിരിക്കും. ഹാപ്പി വിഷു. അപ്പോൾ ഞാൻ പുട്ട് തള്ളി. എന്തായാലും ഇത് വല്ലാത്തൊരു വിഷു കഴിഞ്ഞിട്ടായി പോയി എന്ന് പറയാതെ വയ്യ. അപ്പോൾ സംഭവം ഏതാണ് പുള്ളിക്കാർ പ്രൊമോട്ട് ചെയ്ത ആപ്പ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഞാനായിട്ടത് പറയുന്നില്ല. ഇതുപോലത്തെ ഇഷ്ടംപോലെ പ്രൊമോഷൻ വീഡിയോസ് പുള്ളിക്കാർ പല വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കണ്ടിട്ടാണ് ഒരു വ്യക്തി എന്താക്കി പുള്ളിക്കാരുടെ വാക്കും വിശ്വസിച്ച് ഈ ആപ്പിൽ കൊണ്ടുപോയി പണം ഇൻവെസ്റ്റ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1,03,000 രൂപ അങ്ങ് പോയി ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ട്രേഡ് ഒക്കെ ചെയ്ത് നോക്കി ₹1 പോലും ഇവർക്ക് പിൻവലിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതോടെ ഈ വ്യക്തിക്ക് മനസ്സിലായി പണം പോയി എന്നുള്ളത്. അതോടെ ഈ വ്യക്തി എന്ത് ചെയ്തു? വെറുതെ ഇരുന്നില്ല, നേരെ കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു. അങ്ങനെ കോടതിയിൽ വാദം നടന്നു. ഈ കേസ് കൊടുത്ത വ്യക്തിക്ക് അനുകൂലമായി വിധിയും വന്നു. വിധി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പറഞ്ഞ ശ്രീവിദ്യ മുല്ലശ്ശേരി പണം നഷ്ടപ്പെട്ട വ്യക്തിക്ക് 1,03,000 രൂപ തിരിച്ചു നൽകണം. അതുകൂടാതെ 50,000 രൂപ എക്സ്ട്രാ നഷ്ടപരിഹാരമായിട്ടും നൽകണം. മൊത്തത്തിൽ 1,53,000 രൂപ ഈ പറഞ്ഞ ശ്രീവിദ്യ മുല്ലശ്ശേരി ഈ പണം നഷ്ടപ്പെട്ട വ്യക്തിക്ക് നൽകണം. ഇതായിരുന്നു കോടതി വിധി എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു കോടതി വിധി വന്നതോടെ ശ്രീവിദ്യ മുല്ലശ്ശേരി വെറുതെ ഇരുന്നില്ല. പുള്ളിക്കാരെന്താക്കി അപ്പീലിന് പോയി. എന്തും പറഞ്ഞുകൊണ്ടാണെന്ന് അറിയാം അപ്പീലിന് പോയത്. അതാണ് മുട്ടൻ കോമഡി. പുള്ളിക്കാരിക്ക് വേണ്ടി കേസ് വാദിക്കാൻ വേണ്ടി അപ്പിയർ ആയിട്ടുള്ള വക്കീൽ അയാൾ ഒരു റേപ്പ് കേസിലെ പ്രതിയാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് തിരക്കുകൾ ഉള്ളതിനാൽ അയാൾക്ക് ഈ കേസ് കൃത്യമായി വാദിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കേസ് തോറ്റുപോയത്. ഈ കേസ് വീണ്ടും വാദിക്കണം എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാർ അപ്പീലിന് പോയി. പക്ഷെ അപ്പീൽ കോടതി അപ്പാടെ തള്ളി എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ അപ്പീൽ തള്ളിയതിന് പിന്നാലെ കോടതിന്റെ ഫൈനൽ ജഡ്ജ്മെന്റ് വന്നു. ഒരു മാസത്തിനുള്ളിൽ 1,53,000 രൂപ ഈ പറഞ്ഞ ശ്രീവിദ്യ മുല്ലശ്ശേരി ഈ പറയുന്ന പരാതിക്കാരന് നൽകണം. ഇല്ലാന്നുണ്ടെങ്കിൽ അറസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞ ശ്രീവിദ്യ മുല്ലശ്ശേരി എന്ത് ചെയ്തെന്ന് അറിയോ? ഈ കോടതി വിധി അനുസരിക്കാൻ തയ്യാറായില്ല. ഇന്നിപ്പോ ആ കോടതി വിധി വന്നിട്ട് 4 മാസത്തോളമായി. ₹1 പോലും ഈ പറഞ്ഞ ശ്രീവിദ്യ മുല്ലശ്ശേരി ഈ പരാതിക്കാരന് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അത് കാരണമായി 4 വട്ടം ശ്രീവിദ്യ മുല്ലശ്ശേരിക്കെതിരെ അറസ്റ്റ് വാറന്റും വന്നു. പക്ഷെ എന്നിട്ടും ഇപ്പോഴും ശ്രീവിദ്യയെ പോലീസുകാർ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇപ്പൊ പുള്ളിക്കാർ വിദേശത്ത് ടൂറൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. എന്തായാലും കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്കാണ് ഈ പരാതിക്കാരൻ എന്നെ കോൺടാക്ട് ചെയ്യുന്നതും എന്നോട് കാര്യങ്ങൾ പറയുന്നതും. എന്തായാലും പുള്ളിക്കാരൻ സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഞാനിവിടെ വെക്കാം. ഇതെന്ന് വെച്ചാൽ ഈ ഒരു ബിനോമോയില് ഇവരെ വീഡിയോ കണ്ട് ഇവരെ പരസ്യം കണ്ട് വിശ്വസിച്ചിട്ട് ഇവർ പറയുന്ന പോലെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് എൻ്റെ 1,03,000 രൂപയാണ് ബിനോമോയിൽ പോയത്. അതിൽ നമുക്കൊരു പൈസ കിട്ടുന്നുണ്ട് പറഞ്ഞാൽ ഇവർ പറയുന്നത് അപ്പം തന്നെ പിൻവലിക്കാൻ പറ്റുന്നത്. അങ്ങനെ അപ്പം പിൻവലിക്കാനൊന്നും അതിൽ പറ്റൂല. അതിൽ അവർക്ക് പിന്നെ നിശ്ചിത ശതമാനം ലീവറേജ് എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ തന്നെ അത് പിൻവലിക്കാനൊന്നും പറ്റൂല. അവർ അപ്പോൾ ഈ പരസ്യത്തിൽ പറയുന്നത് തെറ്റാണ്. പിന്നെ മോസ്റ്റ് ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം എന്നാണ് പറയുന്നത്. ഇത് ട്രസ്റ്റഡും അല്ല. ഈ ഒരു കമ്പനിക്ക് ഇന്ത്യയിൽ അഡ്രസ്സ് പോലും ഇല്ല. അപ്പോൾ ഞാൻ ഇതിന് കാസർഗോഡ് കമ്മീഷനിൽ പരാതി കൊടുത്തപ്പോൾ എതിർഭാഗമായിട്ട് ഇവരെ മാത്രമേ വെച്ചുള്ളൂ. കാരണം ബിനോമോക്ക് ഇന്ത്യയിൽ ഒരു അഡ്രസ്സ് പോലും ഇല്ല. അഡ്രസ്സ് ഇല്ലാത്ത ബിനോമയാണ് ഇന്ത്യയിലെ നമ്പർ 1
മോസ്റ്റ് ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം, 2 മില്യൺ സക്സസ്ഫുൾ ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം ഇവർ ചെയ്തത്. ഓക്കെ, ഇങ്ങനെ ഒരു പരസ്യം ശ്രീവിദ്യ ചെയ്തതിന് പിന്നാലെയാണ് ഈ പറയുന്ന വ്യക്തിയുടെ പണം നഷ്ടപ്പെടുന്നതും അവർ കോടതിയിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നതും അതിന് പിന്നാലെ പരാതി കൊടുത്ത വ്യക്തിക്ക് അനുകൂലമായി കോടതി വിധി വരുന്നതും. ഇനി അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ ഈ പരാതിക്കാരൻ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കേട്ടോക്കാം. അപ്പൊ ഇതില് ഇവര് വക്കീലിനെ വെച്ചത് ഒരു നിഖിൽ നാരായണൻ എന്ന് പറയുന്ന വക്കീലാണ്. ഇവരെ വക്കീല് കാസർഗോഡ് വക്കീല്. ഇപ്പൊ ബ്രോന് അറിയാമെന്ന് തോന്നുന്നു. നിഖിൽ നാരായണൻ എന്ന് പറയുന്നതിലെ പണ്ടൊരു റേപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിവാദമായ ഒരു വക്കീലാണ് നിഖിൽ നാരായണൻ. അപ്പൊ ആ നിഖിൽ നാരായണനാണ് ഇവരെ വക്കീലുണ്ടായത്. അപ്പൊ ഈ നിഖിൽ നാരായണൻ എന്ന് വെച്ചാൽ ആ ഒരു കേസിൽ പെട്ടു, മുൻകൂർ ജാമ്യം കിട്ടി. അതിനുശേഷം വീണ്ടും ഇവരെ കേസ് തന്നെ വാദിക്കാൻ വേണ്ടി വരലുണ്ട്. പിന്നെ ഈ കേസ് അവസാനിക്കുന്നവരെ വാദിച്ചത് നിഖിൽ നാരായണനാണ്. അപ്പൊ ഈ കേസ് കാസർഗോഡ് തോറ്റതോടെ ഇവർ ഈ പറയുന്ന ശ്രീവിദ്യ എന്ന് പറയുന്ന ആള് സംസ്ഥാന കമ്മീഷനിൽ പോയിട്ട് അപ്പീൽ കൊടുത്തു. ആ അപ്പീല് പറഞ്ഞ കാര്യമാണ് ഞെട്ടിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നിഖിൽ നാരായണൻ, ഇവരുടെ വക്കീലായ നിഖിൽ നാരായണൻ റേപ്പ് കേസിൽ പെട്ട് നോൺ ബെയിലബിൾ ഇത് വകുപ്പുകളൊക്കെ ചുമത്തിപ്പെട്ടതിനാൽ ഇവര് കോടതിയിലൊന്നും ഹാജരാകാറില്ല. അതുകൊണ്ട് ഇവരെ കേസ് നോക്കാത്തത് കൊണ്ടാണ് നമ്മൾ തോറ്റത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പീൽ കൊടുത്തത്. അപ്പൊ ഞാനവിടെ സംസ്ഥാന കമ്മീഷനിലെ ഈ ഹൈക്കോടതിയിൽ നിഖിൽ നാരായണന് മുൻകൂർ ജാമ്യം കിട്ടിയ കാര്യം വിധി പകർപ്പ് അടക്കം കൊടുത്തു. അപ്പോൾ അവിടുത്തെ ബഹുമാനപ്പെട്ട സംസ്ഥാന കമ്മീഷന്റെ ബോധ്യമായി ഇവർ പറയുന്നത് കള്ളാന്നാണ്. അപ്പോൾ അതായത് ഈ നിഖിൽ നാരായണൻ എന്ന് പറഞ്ഞാൽ കേസ് പറയുന്നത് 2024 മുൻകൂർ ജാമ്യം കിട്ടുന്നത് 2024. ഈ കേസ് അതിനുശേഷം ഇവരെ കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം വരലുണ്ട് നിഖിൽ നാരായണൻ. ഇതെല്ലാം പറഞ്ഞിട്ടാണ് പറയുന്നത് റേപ്പ് കേസിൽ ബന്ധപ്പെട്ടിട്ട് കോടതിയിൽ വരാത്തത് കൊണ്ടാണ്, എൻ്റെ വക്കീൽ വരാത്തത് കൊണ്ടാണ് ഞാൻ തോറ്റു എന്നാണ് ഇവര് അവിടെ പറയുന്നത്. സംസ്ഥാന കമ്മീഷനിൽ ഭയങ്കര കളവാ പറയുന്നത്. അപ്പൊ ഈ നിഖിൽ നാരായണൻ അതിന് ശേഷം വരലുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അന്വേഷിച്ചാലും അറിയാം, സജീവമായിട്ട് നിൽക്കുന്ന ആളാണ് നിഖിൽ നാരായണൻ. എന്നിട്ട് ഈ നിഖിൽ നാരായണനെതിരെ ഇവര് ബാർ കൗൺസിലിൽ ഒരു പരാതിയല്ല കൊടുക്കുന്നത്. അതായത് അപ്പീല് പോകണമെങ്കിൽ എന്തെങ്കിലും കാരണം പറയണല്ലോ. വക്കീലിനെതിരെ എന്തെങ്കിലും പരാതി പറഞ്ഞാലല്ലേ അവിടെ അപ്പീലിന് ഒരു കാരണം കാണിക്കുക. അങ്ങനെ ബാർ കൗൺസിലിനും പരാതി കൊടുക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇവരെ കേസ് വേണ്ടിയിട്ട് അവസാനം വരെ വാദിച്ചത് നിഖിൽ നാരായണനാണ്. നൈസായിട്ട് കേസ് പൊട്ടിയെന്ന് കണ്ടപ്പോൾ വക്കീലിനെ ചാമ്പാൻ നോക്കിയതാണ്. എന്തായാലും അതും വില പോയില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ അപ്പീല് കോടതി അപ്പാടെ തള്ളിക്കളഞ്ഞു. എന്തായാലും ബാക്കി കേട്ടോക്കാം. അങ്ങനെയാണ് ഈ സംസ്ഥാന കമ്മീഷനിലെ ശ്രീവിദ്യ മുല്ലശ്ശേരിന്റെ പരാതി അപ്പീല് തള്ളി. അപ്പോൾ നിലവില് കാസർഗോഡ് കമ്മീഷന്റെ വിധി പ്രകാരം എനിക്ക് 1,03,000 രൂപയും പിന്നെ കോടതി ചെലവായിട്ട് 5,000 രൂപയും മാനസിക ബുദ്ധിമുട്ടുകൾക്ക് 50,000 രൂപയും ഇങ്ങനെയാണ് നഷ്ടപരിഹാരം. അതായത് 1,58,000 രൂപ ഈ 9% പലിശ നിരക്കില് കേസ് രജിസ്റ്റർ ചെയ്തത് 2023 അന്ന് മുതൽ 9% പലിശ നിരക്കിൽ കിട്ടണമെന്നാണ് ഇതിന്റെ വിധി വന്നിട്ടുള്ളത്. അപ്പൊ ഇവർ അപ്പീലിന് പോയപ്പം ഒരു നിശ്ചിത ശതമാനം തുക അവിടെ കെട്ടിവെക്കണം. അപ്പൊ ആ കെട്ടിവെച്ച തുക എനിക്ക് പിൻവലിക്കാൻ പറ്റും. കാരണം ഇവരെ അപ്പീല് തള്ളിയല്ലോ. അപ്പീല് തള്ളുമ്പം ആ ഒരു തുക ഒരു 79,000 രൂപ സംസ്ഥാന കമ്മീഷനിൽ എനിക്ക് പിൻവലിക്കാൻ പറ്റിയിട്ടുണ്ട്. ബാക്കി ഇനിയും കിട്ടാനുള്ളത് ഏകദേശം 86,000 മുകളിലാണ് ടോട്ടല്. അതിൽ 79 കഴിച്ചാൽ ഇപ്പോഴും ബാക്കി 1,00,000 സംതിങ് അവര് ഇനിയും തരാനുണ്ട്. പക്ഷെ അവര് അതിനുശേഷം ഈ പറയുന്ന നോൺ ബെയിലബിൾ വാറണ്ട് കാസർഗോഡ് കമ്മീഷൻ ആദ്യം മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ ഇല്ലേ കാസർഗോഡ്, അവിടെ കൊടുത്തപ്പോൾ അവര് പറഞ്ഞു ഇവര് കൊച്ചിയിലേക്ക് മാറി എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. മൂന്ന് പ്രാവശ്യം അടുപ്പിച്ചിട്ട് ഇവർക്കെതിരെ നോൺ ബെയിലബിൾ വാറണ്ട് ഓരോ മാസം ഇങ്ങനെ പുതുക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ പാലാരിവട്ടം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നുമില്ല. ഇവർക്കാണെങ്കിൽ അതൊരു പ്രശ്നമില്ല. ഇവരെ ഇപ്പം ഗൾഫിലേക്കെല്ലാം ആഡംബര യാത്രയൊക്കെ നടത്തിയിട്ട് ആർക്കും ഒരു പ്രശ്നമില്ല, ഇതൊന്നും ആരും അറിയില്ലല്ലോ എന്ന ഭാവത്തിലാണ് ഇവര് ഈ ഗൾഫിലേക്ക്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കി അവര് ആഡംബര യാത്രയാണ്, ഭയങ്കര നല്ല ഫോട്ടോഷൂട്ടും. എന്തൊരവസ്ഥയാണല്ലേ. സംഭവം എന്താണെന്നുള്ള എല്ലാവർക്കും മനസ്സിലായല്ലോ. ഒരു മാസത്തിനുള്ളിൽ ഈ പറഞ്ഞ നഷ്ടപരിഹാര തുക നൽകാൻ വേണ്ടി കോടതി വിധിച്ചു. ശ്രീവിദ്യ മുല്ലശ്ശേരി അതിന് തയ്യാറായതുമില്ല. അത് പ്രകാരം 4 വട്ടമാണ് ശ്രീവിദ്യ മുല്ലശ്ശേരിക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. പക്ഷെ ഇപ്പോഴും പോലീസ് അവൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഈ ശ്രീവിദ്യ മുല്ലശ്ശേരി ആണെങ്കിൽ ഇപ്പൊ ടൂർ അടിച്ച് നടക്കാണ്. വല്ലാത്തൊരവസ്ഥ അല്ലേ. ഇതൊരു ബാക്കി കേട്ടോക്കാം. ഏപ്രിൽ 19, 2026 ഇവരെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ അറസ്റ്റ് വാറണ്ട് ബഹുമാനപ്പെട്ട കാസർഗോഡ് കമ്മീഷൻ പുറപ്പെടുവിച്ചത്. ഇപ്പോൾ ഏപ്രിൽ കഴിഞ്ഞു, മെയ് കഴിഞ്ഞു, ജൂൺ കഴിഞ്ഞു, ഇതിപ്പോൾ ജൂലൈ ആയി. അപ്പോൾ ഇത്രയും മാസങ്ങളായിട്ടും ഇവരെ അറസ്റ്റ് ചെയ്യുന്നുമില്ല. ഇവരാണെങ്കിൽ പിന്നെ ഗൾഫിലേക്കും വിദേശ യാത്രയൊക്കെ നടത്തി ഇൻസ്റ്റാഗ്രാമിൽ ചിരിച്ചുകൊണ്ട് വലിയ ഫോട്ടോകളൊക്കെ ഇട്ട്
ലക്ഷറി ലൈഫ് നയിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ജനങ്ങൾ കൂടി അറിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത്രയേ ഉള്ളൂ. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ട് ഞാനൊന്ന് വായിച്ചു തരാം. സ്റ്റേഷൻ ഹൗസ് ഓഫീസ്, പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ, കൊച്ചി. Whereas the opposite party or judgment debater ശ്രീവിദ്യ മുല്ലച്ചേരി, ടെലിവിഷൻ സിനിമ ആർട്ടിസ്റ്റ്, കോമഡി മാസ്റ്റർ പ്രോഗ്രാം അമൃത TV, അഞ്ചുമുറി കുത്തപ്പടി, ചമ്മനം, കൊച്ചി, എറണാകുളം. In the above execution petition have not complied with the order of the commission. You are directed to arrest her and produce before this commission on or before 19/4/2026. ഇതാണ് കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് പ്രകാരം കോടതി വിധി അനുസരിക്കാത്തതിനാൽ 19/4/2026 മുമ്പായിട്ട് ഈ പറഞ്ഞ ശ്രീവിദ്യ മുല്ലച്ചേരി അറസ്റ്റ് ചെയ്യുകയും കോടതി മുമ്പാകെ ഹാജരാക്കുകയും ചെയ്യണമെന്നാണ് പോലീസ് സ്റ്റേഷനിലേക്കുള്ള കോടതിയുടെ അറസ്റ്റ് വാറന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ അറസ്റ്റ് വാറന്റ് ഇന്നേ വരെ അനുസരിക്കാൻ പോലീസുകാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ പരാതിക്കാരൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാം കൂടി കാണിച്ചിട്ട് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. വേണമെങ്കിൽ ബാക്കിയുള്ള തെളിവുകൾ ആവശ്യാനുസരണം നമുക്ക് പുറത്തു വിടാം. അത് അവിടെ നിൽക്കട്ടെ. എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഇപ്പൊ ശ്രീവിദ്യ മുല്ലച്ചേരി എവിടെയാണെന്ന് അറിയോ? അങ്ങ് പാരീസിലാണ്. ഇപ്പൊ പുള്ളിക്കാരി ഇതുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിൽ ചറപറ സ്റ്റോറീസ് ഇടുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ പുള്ളിക്കാരിലെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് ഒന്ന് കാണിച്ചു തരാം. ആളിപ്പോ ഫുൾ വൈബിലാണ് അല്ലേ? ഇങ്ങനെയൊക്കെ ഉടായ്പ പ്രൊമോഷൻസ് നടത്തി മറ്റുള്ളവരുടെ പണം കളഞ്ഞിട്ട് സുഖിച്ച് ഫ്രാൻസിൽ ട്രിപ്പ് അടിച്ച് നടക്കാൻ പറ്റുന്നുണ്ടല്ലോ. വളരെ നല്ല കാര്യം. എന്തായാലും ഇതിനിടയ്ക്ക് പറഞ്ഞ ശ്രീവിദ്യ തന്നെ 2 മാസം മുമ്പേ തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോ നോക്കിയ സമയത്ത് കാണുന്നില്ല. പുള്ളിക്കാരത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഓൺലൈൻ ചാനലിൽ വന്നൊരു ന്യൂസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോഴിതാ ശ്രീവിദ്യ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച വീഡിയോ പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ചയാവുകയാണ്. താൻ ആഗ്രഹിച്ചതെല്ലാം ജീവിതത്തിൽ സ്വന്തമാക്കിയെന്നും എന്നാൽ ഉള്ളിലൊട്ടും സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുമാണ് നടിയുടെ വെളിപ്പെടുത്തൽ. എന്നെ അറിയാവുന്നവരെല്ലാം പറയാറുള്ളത് ഞാൻ എപ്പോഴും ഹാപ്പിയാണെന്നാണ്. ലോകം ഇടിഞ്ഞു വീണാലും എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് അമ്മ പോലും പറയാറുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി എന്റെ അവസ്ഥ അതല്ല. വലിയൊരു വീട് വെച്ചു, വർക്ക് ലൈഫ് മികച്ച രീതിയിൽ പോകുന്നു, പുതിയൊരു ഷോയിൽ ജോയിൻ ചെയ്തു. ഇതെല്ലാം ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷെ ഇതൊന്നും ആസ്വദിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ശരീരമാണെങ്കിലും മനസ്സാണെങ്കിലും ഇതിനെയൊന്നും സ്വീകരിക്കുന്നില്ല. ഇതിനൊരു പരിഹാരമുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരണമെന്നാണ് താരം പറയുന്നത്. പരിഹാരം പ്രത്യേകിച്ചൊന്നുമില്ല. മറ്റുള്ളവരെ തട്ടിക്കാതെയും വെട്ടിക്കാതെയും മര്യാദയ്ക്ക് ജീവിക്കുക. അപ്പൊ പിന്നെ മനസമാധാനം താനേ വന്നോളൂ. അല്ലാതെ തട്ടിപ്പ് നടത്തി പൈസ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാണെങ്കിൽ ലോകത്തിൽ ഏത് കോണിലും പോയിട്ടും കാര്യമില്ല ശ്രീവിദ്യ. നിങ്ങൾക്ക് മനസമാധാനം ഉണ്ടാവാൻ പോണില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും മാനവും മര്യാദയ്ക്കും ജീവിക്കാൻ നോക്കും. ഇത് ശ്രീവിദ്യക്ക് മാത്രമല്ല, ഇതുപോലെ ഉടായ്പ പ്രൊമോഷൻസ് നടത്തി മറ്റുള്ളവരെ വഞ്ചിക്കുന്ന എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും ഒരു വാണിംഗ് ആയി കണ്ടാൽ മതി. എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ശ്രീവിദ്യ മുല്ലച്ചേരിക്കെതിരെ കോടതിയിൽ പരാതി സമർപ്പിച്ചതുപോലെ മറ്റു പല ഇൻഫ്ലുവൻസേഴ്സിനെതിരെയും ഈ വഞ്ചിക്കപ്പെട്ട ആളുകൾ പരാതി കൊടുക്കണം എന്നുള്ളതാണ്. എന്നാൽ അവരൊക്കെ പഠിക്കും. ഇനി അവസാനമായി പോലീസുകാരോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ കോടതി വിധി അനുസരിച്ച് അവളെ അറസ്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നാണക്കേട്. പറയാതെ വയ്യ. എന്തായാലും പണ്ടുള്ളവർ പറഞ്ഞ എത്ര ശരിയാണ് അല്ലേ? പണമുള്ളവൻ ഒരു നിയമം, പണമില്ലാത്തവന് മറ്റൊരു നിയമം. അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞ ശ്രീവിദ്യ മുല്ലച്ചേരി. കോടതി ഉത്തരവ് വന്നിട്ട് പോലും അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എവിടെ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.